സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എത്ര ആളുകൾക്ക് ഇവിടെ ബൈബിളിൽ പറയുന്ന യാക്കോബിനെ കുറിച്ചറിയാം? വളരെ സന്തോഷം. യാക്കോബ് എന്ന് പറയുമ്പോൾ തന്നെ അനേകം ആളുകൾക്ക് വരുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ ചതിയനായവൻ. യാക്കോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ളതായ ഒരു പുച്ഛം ഉണ്ടാകും. യാക്കോബിനെ കുറിച്ച് ഞാൻ വിമർശിക്കുവാനല്ല പറഞ്ഞത്, യാക്കോബിന്റെ ജീവിതത്തെ മറ്റൊരു കോണിൽ കൂടി കാണുവാനാണ് ശ്രമിക്കുന്നത്. യാക്കോബ് വഞ്ചന കാണിക്കുവാനിടയായി, കള്ളം പറയാനിടയായി, ഭക്തിയുടെ മാർഗത്തിൽ നടന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ആശ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് പ്രാപിച്ചെടുക്കണം, ഞാൻ കഷ്ടപ്പെടണം, ഞാൻ പ്രയാസപ്പെടണം, ഞാൻ അതിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എന്നുള്ള ആശയുണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ള അനേകം ആളുകൾക്കും അങ്ങനെയുള്ള ആശയില്ല. ഒരു വ്യക്തി ദൈവ പൈതലായതിനു ശേഷം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി, അതോടെ നിൽക്കുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നെ രക്ഷിച്ചതല്ലേ, എന്നെ അനുഗ്രഹിച്ചതല്ലേ, എന്നെ അവൻ വിടുവിച്ചതല്ലേ, അതുകൊണ്ട് അവനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ നാമത്തിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എങ്ങനെ അവൻ്റെ നാമത്തിനു വേണ്ടി പരിശ്രമിക്കാം? എങ്ങനെ അവനു വേണ്ടി കഷ്ടപ്പെടാൻ കഴിയും? എൻ്റെ താലന്തുകളെ ഉപയോഗിക്കാൻ കഴിയും? എൻ്റെ ഭാവിയിലെ ലക്ഷ്യം എന്താണ്? എങ്ങനെ അവൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാൻ കഴിയും? എങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതായ തീക്ഷ്ണതയില്ല. ഒരു വ്യക്തി ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. എന്താണ്? ഡിഗ്രി കൊണ്ട് മതിയാവില്ലേ? ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ ജോലി ലഭിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യേണ്ടത്? അനേകം ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്നും വിദേശത്തിലേക്ക് കടന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? തിരികെ വന്നിട്ട് ഇവിടെ നല്ലൊരു ജോലി വാങ്ങുന്നതിന് വേണ്ടിയാണോ? അതോ അവിടെ തന്നെ നല്ലൊരു ജോലി നേടി അവിടെ തന്നെ സ്ഥിരമാകാൻ വേണ്ടിയാണോ? ഏതോ ഒരു ആശ ഉള്ളത് കൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നത്, പരിശ്രമിക്കുന്നത്, നഷ്ടങ്ങളൊക്കെയും ജീവിതത്തിൽ സഹിക്കുകയും ചെയ്യുന്നത്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഉയർന്നു വരാനിടയാകും. നാം എന്താണ് ചിന്തിക്കുന്നത്? കഷ്ടപ്പെടാതെ തന്നെ അനുഗ്രഹം ലഭിക്കണം. ഞാൻ ഒന്നും ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം. നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, നീ എന്നെ ഉയർത്തണമേ ദൈവമേ. നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. നിന്റെ അനുഗ്രഹം നേടാൻ എനിക്ക് മുഴങ്കാലിൽ ഇരിക്കാൻ കഴിയില്ല. നിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി എനിക്ക് ഓടുവാൻ കഴിയുകയില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നീ മുകളിൽ നിന്നൊരു പൈപ്പൊക്കെ ഇട്ടിട്ട് നിന്റെ അനുഗ്രഹം എൻ്റെ തലയിലേക്ക് പകർന്നു തരണമേ എന്ന് പറയുന്ന ദേവദാസന്മാരും വിശ്വാസികളും ഈ കാലത്ത് കൂടിയിരിക്കുന്നു. ദേവദാസൻ വെറുതെ എവിടെങ്കിലും പോയി ഇരുന്നാൽ അത് മതിയാകില്ല. പല സ്ഥലങ്ങളിലേക്ക് പോകണം, ഓടണം, പല ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് പോകണം, പ്രസംഗിക്കണം, എൻ്റെ വേലയെ ദൈവം അനുഗ്രഹിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ വേലയിൽ ഞാൻ നന്നായി ഉപയോഗിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വിയർപ്പൊഴുക്കാതെ, പ്രയാസപ്പെടാതെ, ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ കഴിയില്ല. യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ ഇളയവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവന് ജ്യേഷ്ഠനായി മാറണമെന്നുള്ള ആശയുണ്ടായിരുന്നു. ആശ നമുക്ക് ആദ്യം ഉണ്ടാകണം. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ കലഹിച്ചവനാണ്. ചേട്ടൻ എന്നേക്കാൾ മുൻപിൽ വരുമോ? എനിക്ക് ചേട്ടനേക്കാൾ മുൻപിൽ വെളിയിൽ വരണം. അതുകൊണ്ട് ജനിച്ച സമയത്ത് ചേട്ടൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് ജനിക്കുവാനിടയായത്. യേശാവിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് നിന്നേക്കാൾ എനിക്ക് മുൻപിൽ പോകണമെടാ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കണം, ജ്യേഷ്ഠാവകാശം പ്രാപിച്ചെടുക്കണമെന്നുള്ള ആശ തന്നിൽ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്ന് നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാം. ഇന്ന് നാം ജ്യേഷ്ഠന്മാരായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നാം ആയിരിക്കണമെന്നും, കർത്താവിൻ്റെ പൈതലായിരിക്കണമെന്നും, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണമെന്നും ഉള്ളതായ ആശ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ വലിയവരായിരിക്കണം, അല്ലാതെ ലോകത്തിൽ വലിയവനായിരിക്കേണ്ടതിനല്ല. ലോകപ്രകാരമുള്ളതായ ജ്യേഷ്ഠത്വമല്ല, ആത്മീയ വിഷയത്തിൽ ഞാൻ ജ്യേഷ്ഠൻ ആയിരിക്കേണ്ടതാണ്. ഞാൻ ഓടേണ്ടത് സിംഹാസനങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ
ക്രൂശിൻ്റെ അരികിലേക്കാണ് ഓടേണ്ടത്. എൻ്റെ ഇഷ്ടം ഭരണം നടത്തുന്നതിന് വേണ്ടിയല്ല, എൻ്റെ ഇഷ്ടം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ആശ ഈ കാലത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ആവശ്യമാണ്. യാക്കോബിനെ കുറിച്ച് തൻ്റെ മുൻകാല ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതേ ആശയോടുകൂടി തന്നെയാണ് ആയിരിക്കുന്നത്. ജ്യേഷ്ഠ അവകാശം തട്ടിയെടുക്കാൻ വേണ്ടി ഏശാവിനെ സമീപിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്തത് വാങ്ങി വഞ്ചന ചെയ്ത് തട്ടിയെടുക്കുവാനിടയായി. പിതാവ് അവനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതായ സമയത്ത് ഏശാവ് വരുന്നതിന് മുൻപ് തന്നെ യാക്കോബ് ആഹാരമൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ട് അനുഗ്രഹത്തെ തട്ടിയെടുത്തു. വേഷം മാറ്റി കപടത നടിച്ച് തട്ടിയെടുത്തു. ഇന്ന് യാക്കോബിനെ കുറിച്ച് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വേഷങ്ങൾ മാറി കള്ളം പറഞ്ഞ് വഞ്ചനകൾ കാട്ടിയിട്ട് സമ്പാദിച്ചെടുത്തതായ സമ്പത്തും നന്മയുമൊന്നും നിലനിൽക്കില്ല. എന്നാൽ അന്തരംഗത്തിൽ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചതായ വ്യക്തി, ദൈവത്തെ സ്നേഹിച്ച വ്യക്തി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന ദാഹമുണ്ടായിരിക്കുന്ന വ്യക്തി തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ നിന്റെ തെറ്റുകളും നിന്റെ ജീവിതത്തിലെ പാപങ്ങളുമെല്ലാം കർത്താവ് ക്ഷമിക്കാനിടയാകും. യാക്കോബിന്റെ കാര്യത്തിലും അതാണ് നടന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം. പിതാവിനെ കബളിപ്പിക്കാനിടയായി, ജ്യേഷ്ഠനെ കബളിപ്പിച്ചു, ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. പിന്നീട് അവന് സ്വന്തം വീട് വിട്ടിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പിതാവിന്റെ അനുഗ്രഹം യാക്കോബിൽ വന്നു. പിതാവ് എന്താണ് അനുഗ്രഹിച്ചതെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 27 അധ്യായം 28 വാക്യം. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അതിനുശേഷം എന്താണ്? വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്ക, നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ അനുഗ്രഹം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത്? അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തത്തെ പകുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ ആരാണ് യാക്കോബ്? ഇതേ ചോദ്യം അവരോട് ചോദിച്ചാൽ പറഞ്ഞു രണ്ടുപേരും ചേട്ടനും അനിയനുമാണെന്ന്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിനെ അനുഗ്രഹിക്കുവാനിടയായി. യാക്കോബ് ചെയ്തത് തെറ്റാണ്. പിന്നെ ദൈവം അവനെ അനുഗ്രഹിക്കുമോ? സൈലൻസ്. യാക്കോബ് ചെയ്തത് തെറ്റാണ്, എന്നാൽ ദൈവം അവനെ അനുഗ്രഹിക്കുമോ? ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുകയാണോ അതോ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെയാണോ അതോ ഇനിയും അന്വേഷിക്കുകയാണോ? ദൈവസന്നിധിയിൽ പൂർണ്ണരായിരിക്കുകയാണോ അതോ ഇപ്പോഴും അപൂർണരായിരിക്കുകയാണോ? ഗ്യാരണ്ടിയാണോ ഞാൻ സമ്പൂർണനായിരിക്കുന്നു, ഞാൻ പരിപൂർണനായിരിക്കുന്നു, ഞാൻ തികഞ്ഞവനായിരിക്കുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ? ഓക്കെ. നിങ്ങൾ അപൂർണരായിരുന്നിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? അപൂർണരെ ദൈവം അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് പിന്നൊന്നും പറയാതിരുന്നത്? ദൈവം നിന്നെ അനുഗ്രഹിച്ച കാരണത്താൽ നീ സമ്പൂർണനാണോ? അല്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്? ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്? എങ്ങനെയാണ് ഞാൻ വീട് വെച്ചത്? എനിക്കെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിച്ചത്? ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് എന്താണ്? നിങ്ങൾ അപൂർണരാണെങ്കിലും നിങ്ങൾ പൂർണ്ണരാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ വഴിയിലായിരിക്കുകയാണ് നാം. അതുകൊണ്ട് നമ്മെ ദൈവം കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതായ സകല ആളുകളെയും, യേശുവിനെ അറിയാത്ത ആളുകളെയും നമ്മെ അനുഗ്രഹിച്ചതുപോലെ തന്നെ അവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ ഇതിലൂടെ വിചാരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ല. യാക്കോബ് ഓടിപ്പോവുകയാണ്, വീട് വിട്ട് ഓടുകയാണ്. ഓടിപ്പോകുന്നവനെ കർത്താവ് പിന്തുടർന്നു പോവുകയാണ്. അനുഗ്രഹത്തിന് വേണ്ടി ഓടിപ്പോകുന്നവൻ, അനുഗ്രഹത്തെ അന്വേഷിച്ചുകൊണ്ട് ഓടുന്നവൻ
ദൈവത്തിൽ നിന്ന് ദൂരെയായിട്ട് ഓടിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ പിന്തുടരുകയാണ്. നമുക്ക് വായിക്കാം 28:10 മുതൽ 15 വരെ. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തിരവും നിന്റെ സന്തതി മുഖാന്തിരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഓടിപ്പോകുന്ന ഇവനെ കർത്താവ് പിന്തുടരുകയാണ്. ഇവനെ കാണുകയാണ് ദൈവം. അവനോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുകയാണ്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിനെ ഒരു വംശമാക്കി മാറ്റാൻ പോവുകയാണെന്നും അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് യാക്കോബിനെ വലിയൊരു ജനമാക്കി മാറ്റാൻ പോകുന്നു എന്നറിയാവുന്ന കർത്താവ് യാക്കോബിനെ പിന്തുടരുകയാണ്. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്ന വചനം വേദപുസ്തകത്തിലുണ്ട്. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, അന്വേഷിക്കാത്തവനും കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അബ്രഹാം കാരണം, ഇസഹാക്ക് കാരണം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാരണം, നിന്റെ മാതാപിതാക്കൾ കാരണം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ കാരണമായി ദൈവം പലപ്പോഴും നീ അന്വേഷിക്കുന്നില്ലെങ്കിലും നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. നീ ചോദിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വാഗ്ദത്തം നൽകാൻ വേണ്ടി യാക്കോബ് ഇവിടെ ചോദിച്ചോ? ഇല്ല, ദൈവം അവന് വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്താണ്? ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തുകയും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. എന്താണ്? നിന്നെ ഞാൻ കൈവിടില്ല. എത്ര നല്ല വാക്കുകളാണ്! ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല. പറയൂ, എല്ലാവരും പറയൂ, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ കൈവിടില്ല. പറയൂ. ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടില്ല. വിശ്വസിക്കുന്നോ? യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിക്കാനിടയായി. ഈ കാലത്തും ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്ന് ദൈവം കൊടുത്തതായ വാഗ്ദത്തം അനുസരിച്ചാണ്. അബ്രഹാമിന്റെ ദൈവമായ, ഇസഹാക്കിന്റെ ദൈവമായ, യാക്കോബിന്റെ ദൈവമായ ആ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം അവനെ അറിയാത്തതായിട്ടുള്ള നമ്മെ, ജാതികളായ നമ്മെ സ്നേഹിക്കുന്ന ദൈവമായി, നമുക്ക് വേണ്ടി പ്രാണൻ നൽകിയ ദൈവം ആയിരിക്കുന്നു. ഈ വലിയ ദൈവത്തിൻ്റെ ജനമായിട്ട്, ദൈവജനമായിട്ട് എനിക്കും നിങ്ങൾക്കും ആയിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവന്റെ മൃദുവായ ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അവൻ തൻ്റെ പുത്രൻ മുഖാന്തരം തൻ്റെ വചനത്തിൽ കൂടി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ നടുവിൽ വസിച്ചു. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിനക്ക് സ്വപ്നത്തിന്റെയോ ദർശനത്തിന്റെയോ ആവശ്യമില്ല. ദൈവം വചനത്തിൽ കൂടി നിന്നോട് സംസാരിക്കുന്നു. അവന്റെ മൃദുവായ സ്വരത്തിൽ കൂടി, അവന്റെ ദാസന്മാരിൽ കൂടി, സാഹചര്യങ്ങളിൽ കൂടി,
പല വിധത്തിൽ ദൈവം ഇന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവം തന്റെ പ്രജകളോട് സംസാരിക്കുന്നു. അവന്റെ പദ്ധതികളെല്ലാം നിന്നെ അറിയിക്കണമെന്ന്, നിന്നെക്കുറിച്ചുള്ള അവന്റെ വിചാരങ്ങൾ നിന്നെ അറിയിക്കണമെന്ന് അവൻ ആശിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് ഓടി രക്ഷപ്പെടുകയാണ്, പ്രാണനെ ഭയന്നോടുകയാണ്. അപ്പനെ കബളിപ്പിക്കുവാനിടയായി, ചേട്ടനെ കബളിപ്പിക്കുവാനിടയായി, ജ്യേഷ്ഠൻ തന്നെ കൊല്ലുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭയം കാരണം ഓടിപ്പോവുകയാണ്. എവിടെ പോകണമെന്നറിയാതെ ഒരു കല്ല് തലയിണയാക്കി വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയതായ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ തന്നെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് തന്നോട് സംസാരിച്ചു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കുവാനിടയായി. എന്താണ് പറഞ്ഞത്? നിനക്കും നിന്റെ സന്തതിക്കും നൽകുമെന്നാണ് പറഞ്ഞത്. അബ്രഹാമിന് കൊടുക്കാമെന്നല്ല അന്ന് പറഞ്ഞത്. നിനക്കും നിന്റെ സന്തതികൾക്കും, നിന്റെ സന്തതികൾക്ക്. നാം എന്താണ് വിചാരിക്കുന്നത്? സന്തതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മക്കൾ മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും 1000 തലമുറ വരെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞു. 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ദൈവം ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഇതെത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറഞ്ഞ് അവന്റെ തലയ്ക്ക് വെച്ചിരുന്നതായ കല്ലെടുത്തുകൊണ്ട് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിക്കാനിടയായി. ഇത് ദൈവത്തിന്റെ ആലയം ആണെന്നവൻ പറഞ്ഞ് ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥിച്ച് പറയുകയാണ്, ദൈവം എന്നോട് കൂടെയിരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഇവിടെ ഒരു തീക്ഷ്ണമായ പ്രാർത്ഥന കാണാൻ കഴിയും. ഇവിടെ ഒരു തീരുമാനമെടുക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പോകുന്ന ഇടത്ത് നീ എന്നെ കാത്തുരക്ഷിക്കുകയും എനിക്ക് കഴിക്കുന്നതിനു വേണ്ടി ആഹാരവും ധരിപ്പാൻ വസ്ത്രവും നൽകുകയാണെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കുമെന്ന്. ദൈവത്തോട് വിലപേശാൻ കഴിയുമോ? നീ എനിക്കിത് തന്നാൽ ഞാനത് നൽകാമെന്ന് ദൈവത്തോട് വിലപേശാൻ കഴിയുമോ? വിലപേശാൻ പാടില്ലേ? പച്ചക്കറിയും മത്സ്യവും മാത്രമേ വിലപേശാൻ പാടുള്ളൂ. എത്രയ്ക്ക് തരും എന്ന് വിലപേശുന്നത് കണ്ടിട്ടില്ലേ? പലരും ഇത്രയ്ക്കാണെങ്കിൽ എടുത്തുകൊള്ളാം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അനേകം ആളുകൾ ദൈവവുമായിട്ട് വിലപേശുന്നത് സ്വാഭാവികമാണ്. ബാർഗെയിനിങ് ചെയ്യുന്നത് കാണാം. വിലപേശുന്നത് വലിയ തെറ്റാണ്. എന്നാൽ ഇവിടെ യാക്കോബിന് മറ്റൊരു ഗതിയുമില്ല. ഇവന്റെ ഭയമെന്താണ്? ഭാവിയെക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തുവെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കളെ വിട്ടകന്നിരിക്കുകയാണ്, വീട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, എവിടേക്ക് പോകുമെന്നൊരു ഗതിയുമില്ലാതിരിക്കുന്നു. ഈ കാലത്തെ പോലെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ ഉടൻ തന്നെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ടീ ഷോപ്പുകളും ബേക്കറികളും ഒന്നും ആ കാലത്തില്ല. മരുഭൂമിയാണ്. കുറച്ചുപേരെയുള്ളൂ ജനസമൂഹം. ബേർഷേബ മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് എവിടേക്ക് പോകുന്നു, ഏത് ദിക്കാണ് എന്നതൊന്നും അവന് മനസ്സിലാകുന്നതേയില്ല. നാം ഈ വചനം കേൾക്കുമ്പോൾ ഈ കാര്യമൊക്കെ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്നു. കാരണം ഇന്ന് നമുക്ക് ഈ 2 വിഷയങ്ങൾ എളുപ്പമാണ്. എന്തൊക്കെയാണ്? ആഹാരവും വസ്ത്രവും. അത് നിസ്സാരമായിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ ചെന്നാലും അവിടെ കഴിക്കാൻ കിട്ടും. ഇരുന്നുകൊണ്ട് കഴിക്കാം, നിന്നുകൊണ്ട് കഴിക്കാം, കിടന്നുകൊണ്ട് വേണമെങ്കിലും കഴിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചാണെങ്കിലും പൈസ എടുത്തിട്ട് കഴിക്കാൻ കഴിയും. എന്നാൽ പണ്ടുകാലത്ത് ആഹാരം കഴിക്കണമെങ്കിൽ അമ്മമാർ അത് ഉണ്ടാക്കി തരണമായിരുന്നു. ഈ കാലത്തെ പോലെ ബിസ്ക്കറ്റുകളും സ്വീറ്റ് പാക്കറ്റ്സുകളും ഒന്നും ആ കാലത്തുണ്ടായിരുന്നില്ല. അതുപോലെ വീട്ടിൽ കുട്ടികൾക്ക് കഴിക്കുന്ന വേണ്ടി സ്നാക്സ്, മിക്സർ, മുറുക്കുകൾ അതൊന്നും കാണുകയില്ലായിരുന്നു. അച്ചപ്പവും ബിസ്ക്കറ്റ്സും അതുപോലെ ഒരുപാട് പല രീതിയിലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാൻ കൊടുത്തുവിടുന്നു. ഇന്ന് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് തീറ്റിപ്രിയന്മാരുടെ ലോകമാണ്. ഇത് തിന്നുന്നവരുടെ കാലമാണ്. ജനങ്ങൾ തിന്നും കുടിച്ചും വസ്തു കൊടുത്തും വാങ്ങിയും ജീവിച്ചു പോന്നു എന്ന് പറയുന്നതായ സമയം.
നേരത്തെ ഒരു ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ തുണി വാങ്ങിച്ച് ടൈലറിൻ്റെ അടുത്ത് കൊടുത്ത് തയ്പ്പിച്ച് നാളെ വരൂ, മറ്റന്നാൾ വരൂ, നാളെ വരൂ എന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ച അതിൻ്റെ പിറകെ നടന്ന് അവസാനം അത് തയ്ച്ചതും ശരിയാവുകയില്ല. പിന്നെ അത് ആൾട്രേഷൻ ചെയ്യണം. അങ്ങനെ എത്രയോ കഷ്ടതകൾ. ഇപ്പോഴെന്താണ്? എല്ലാം റെഡിമെയ്ഡാണ്. നേരെ അകത്ത് കയറിയിട്ട് റൂമിൽ കയറിയിട്ട് പുതിയൊരു വസ്ത്രവുമായിട്ട് ഇട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വരാൻ കഴിയും. എന്താണ്? പണം കയ്യിലുണ്ടായാൽ മാത്രം മതി. ഏത് സൈസിലുള്ള വസ്ത്രങ്ങളും നമുക്ക് എപ്പോഴും ലഭിക്കും. യാക്കോബ് ആ ദിവസം ഒരു ചെറിയ തുണിസഞ്ചി പോലും എടുത്തില്ല. അതുകൊണ്ടാണ് തലക്കീഴിൽ എന്താണ് വെച്ചത്? കല്ലെടുത്തിട്ടാണ് തലക്കീഴെ വെച്ചത്. ഒരു തുണിസഞ്ചി പോലും എടുത്തില്ല, ഒരു സൂട്ട് കേസ് വെച്ചില്ല, ഒന്നും തന്നെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇട്ടിരുന്ന വസ്ത്രവുമായിട്ടാണ് ഓടിപ്പോന്നിരിക്കുന്നത്. ഈ വസ്ത്രം മുഷിഞ്ഞു പോയാൽ മാറിയിടുന്നതിന് വേണ്ടി മറ്റൊരു വസ്ത്രം കൂടെ ഇല്ല. തിന്നുവാൻ ആഹാരം മരുഭൂമിയിൽ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് കർത്താവുമായിട്ടൊരു നേർച്ച കഴിക്കുകയാണ്. കർത്താവേ, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരികയാണെങ്കിൽ, എനിക്ക് ധരിക്കുവാൻ വസ്ത്രം നൽകുകയാണെങ്കിൽ. ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാവൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീ എന്നെ കാത്തു സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ആഹാരത്തിനെക്കാട്ടിലും വസ്ത്രത്തിനേക്കാളും നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമുക്ക് ജീവനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ തിന്ന് ജീവിക്കാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ ധരിച്ച് ജീവിക്കുവാൻ കഴിയും. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ കാവൽ ആവശ്യമാണ്. നിന്റെ ജീവൻ കാത്തുരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, നിന്റെ ആരോഗ്യം കാക്കപ്പെടുന്നില്ലെങ്കിൽ നീ എന്ത് സംഭവിക്കും? നിനക്ക് ഈ ലോകത്തിൽ അനേകം ആളുകൾക്കും കഴിക്കുവാൻ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. അതുപോലെ എത്രയോ വസ്ത്രങ്ങൾ, അലമാരിയിൽ നിറച്ച് വസ്ത്രങ്ങൾ ഉണ്ട്, എന്നാൽ അവർക്ക് സുരക്ഷിതത്വം ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ, നീ എന്നെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിന്നെ ദൈവമായി ആരാധിക്കാം. ഞാൻ ഈ സ്ഥലത്തെ നിന്റെ ആലയമാക്കിയിട്ട് ഇവിടെ ഞാൻ നിന്നെ ആരാധിക്കാനിടയാകും എന്നവൻ ദൈവമായിട്ട് ഒരു നേർച്ച ചെയ്തു. നിങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള നേർച്ച ചെയ്തിട്ടുണ്ടോ? ഇത് വിലപേശലല്ല, ഇതൊരു നേർച്ചയാണ്. ഇത് മറ്റൊരാളെ യാചിക്കുന്നത് പോലെയല്ല. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഒരു പൈതൽ അപ്പൻ്റെ അരികിൽ ചോദിക്കുന്നത് പോലെയാണ്. എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തുക. ചോദിക്കാത്തവരുമുണ്ടോ ഇവിടെ? നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊന്നും ലഭിക്കാത്തത്. നിങ്ങളുടെ സന്തോഷം പരിപൂർണമാകേണ്ടതിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകാം. അതുകൊണ്ട് വസ്ത്രങ്ങൾ മാത്രം ചോദിച്ചാൽ നിങ്ങളുടെ വീട് നിറച്ച് വസ്ത്രമായിരിക്കും. ആഹാരം മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് നിറച്ച് എന്തായിരിക്കും? ആഹാര സാധനങ്ങൾ മാത്രമായിരിക്കും. വസ്ത്രങ്ങളും ആഹാരവും മാത്രം കൂടിപ്പോയാൽ എന്താണ്? നന്മയാണോ തിന്മയാണോ? മതിയാകുമോ? ആരോഗ്യം നമുക്ക് വേണം, ദൈവത്തിൻ്റെ കാവൽ വേണം. അനേകം ആളുകൾ ഇന്ന് ധനം ചോദിക്കുമ്പോൾ ധനം മാത്രമാണ് കിട്ടുന്നത്. കാറ് ചോദിക്കുന്നവർക്ക് കാറ് കിട്ടുന്നു, വാൻ ചോദിക്കുന്നവർക്ക് വാൻ കിട്ടുന്നു. നിങ്ങൾ ചോദിക്കുന്നതാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എല്ലാം വളരെ കറക്റ്റായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് അത്യാവശ്യമാണ് എന്നുള്ളതല്ല. നിന്നോട് ദൈവത്തിന് അത്രമാത്രം സ്നേഹം ഉള്ളതുകൊണ്ടാണ് നീ ചോദിക്കുന്നതെന്തും അവൻ നൽകുന്നത്. എന്നാൽ യഥാർത്ഥമായും ചോദിക്കേണ്ട കാര്യം മറന്നുപോയിരിക്കുന്ന കാരണത്താൽ ചോദിച്ചതെല്ലാം നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നാം ദുഃഖിക്കുവാൻ ഇടയാകും. യാക്കോബ് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിച്ചു. അവൻ ചോദിച്ചിട്ട് അമ്മാവന്റെ വീട്ടിൽ പോകുവാൻ ഇടയായി. അമ്മാവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 2 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഇളയ മകളെ കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെടുവാൻ ഇടയായി. അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. വഞ്ചകൻ തന്നെയാണ് കൂട്ടായി കിട്ടിയത്. 7 സംവത്സരം എന്നെ സേവിക്കുകയാണെങ്കിൽ, ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് പറയുവാൻ ഇടയായി. അത് പറ്റില്ല, കല്യാണം കഴിക്കുന്നതിന് വേണ്ടി 7 സംവത്സരം ജോലി ചെയ്യണമോ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആഹാ, ഞാൻ ചെയ്തുകൊള്ളാം, എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് അവിടെ 7 സംവത്സരം സേവ ചെയ്യാനിടയായി. 7 സംവത്സരം ജോലി ചെയ്തു. 7 സംവത്സരത്തിന് ശേഷമായിട്ട് വിവാഹം നടത്താനിടയായി. വിവാഹം കഴിഞ്ഞതിന് ശേഷം മൂടുപടം മാറ്റിയപ്പോൾ അത് ലേയയായിരുന്നു, റാഹേലല്ലായിരുന്നു. പ്രേമിച്ച് കല്യാണം കഴിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. യാക്കോബ് പ്രേമിച്ചാണോ വിവാഹം കഴിച്ചത്? അല്ലയോ, പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത് റാഹേലിനെ. എത്ര വർഷം അവർ സംസാരിച്ച്, എത്ര പ്രാവശ്യം അവർ കണ്ടുമുട്ടിയിരിക്കാം, എവിടെ വെച്ചെല്ലാം അവർ കണ്ടുമുട്ടിയിരിക്കാം. അവർ കല്യാണത്തിൻ്റെ തലേദിവസവും സംസാരിച്ചിരുന്നോ? ചായ കുടിക്കാൻ പോയിരുന്നോ? ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടോ? അവർ
എന്താണ്, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞു കൊടുക്കുകയില്ലേ, എൻ്റെ അപ്പൻ നിന്നെ ചതിക്കുകയാണ് എന്ന് പറയുകയില്ലായിരുന്നോ? പറയത്തില്ലേ? ക്രിസ്തീയ സമ്പ്രദായപ്രകാരം വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ആലോചിച്ച് രക്ഷകർത്താക്കൾ ആലോചിച്ച് ഉറപ്പിച്ചതാണെങ്കിലും കല്യാണം കഴിയുന്നതുവരെ കാത്തിരിക്കൂ. കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമേ ദൈവം ആന്തയെ നൽകിയെങ്കിൽ ആന്തയോടൊപ്പം, അല്ലെങ്കിൽ അവൾ ഊമയാണെങ്കിൽ ആ ഊമയോടൊപ്പം എന്താണ് ജീവിക്കുക. അതാണ് അനുഗ്രഹം. അതാണ് അനുഗ്രഹം. ദൈവം ലേയെയാണോ അനുഗ്രഹിച്ചത് അതോ റാഹേലിനെയാണോ അനുഗ്രഹിച്ചത്? ലേയാണ് ദൈവം അനുഗ്രഹിച്ച് ദൈവം മക്കളെ കൊടുക്കുവാൻ ഇടയായി. യാക്കോബ് എവിടെയാണുള്ളത്? ലേയുടെ അടുക്കലാണോ അതോ സ്നേഹിച്ചതായ റാഹേലിന്റെ അടുക്കലാണോ? ലേയുടെ അടുക്കലാണ്. ദൈവത്തിന്റെ പദ്ധതി വേറെയാണ്, നമ്മുടെ പദ്ധതി വേറെയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്റെ ഹിതം നമ്മിൽ നിറവേറ്റുവാൻ ഇടയാകും. നമ്മെക്കുറിച്ചുള്ള അവന്റെ ഉദ്ദേശങ്ങൾ അവ എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാറാനിടയാകും. ഇവിടെ നാം ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമായൊരു വിഷയം നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. താൻ ദൈവത്തോട് ചോദിച്ചതെല്ലാം ദൈവം കൊടുക്കുവാൻ ഇടയായി. തന്റെ ജീവിതത്തിൽ ഒരു സമയമെത്തിയപ്പോഴേക്ക് മനസ്സിലായി ഇതെല്ലാം യഥാർത്ഥമായ അനുഗ്രഹങ്ങൾ അല്ല എന്ന്. ആടുകളും മാടുകളും കഴുതകളും ഒട്ടകങ്ങളും ഭാര്യമാരും ദാസന്മാരും മക്കളും ഇവയെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു അസംതൃപ്തി ബാക്കിയായിരുന്നു. ഇവയെല്ലാം നാം ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറഞ്ഞത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഈ കാലത്ത് അനേകം ആളുകളും ചോദിക്കുന്നത് എന്താണ്? ഇവിടെ വരുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം നോട്ട് ചെയ്തപ്പോൾ എത്ര ആളുകൾ ആരോഗ്യ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ശ്രദ്ധിച്ചപ്പോൾ 100-ൽ 90% ആളുകളും രോഗം മാറുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചത്. അതുപോലെ 100-ൽ 90 പേർ കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ കാൽവരി ദർശനം പ്രോഗ്രാം കാണുന്നവരിൽ എത്ര പേർ ചോദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചതായ സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടത് ഒരു 20% പോലുമില്ല, 16% ആളുകൾ മാത്രമാണ് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇവിടെ അപേക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം നൽകും. എന്നാൽ എന്ത് ചോദിക്കണം? എന്താണ്? മുന്നമേ അവന്റെ രാജ്യത്തെയും നീതിയെയും അന്വേഷിക്കുക. എഴുന്നേറ്റ് നിൽക്കാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ ഒറ്റയ്ക്ക് കർത്താവേ നിന്നോട് സംസാരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കഷ്ടതയുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ആരോടും പറയുവാൻ കഴിയാത്തതായ പ്രശ്നങ്ങളുണ്ടെന്ന് ആരൊക്കെയാണോ ഈ സമയത്ത് മനസ്സിലാക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ ഒരു അപൂർണതയുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിരാശയുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് എനിക്ക് തോന്നുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ആരാണോ ഗ്രഹിക്കുന്നത് അവർ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിച്ചാൽ, ഏകനായി ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തെ പകർന്നാൽ പുതിയൊരു ജീവിതത്തെയും പുതിയൊരു ഹൃദയത്തെയും നിനക്ക് നൽകാമെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ സഹായിക്കാനിടയാകും. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ അന്ത്യകാലത്ത് മരവിച്ചു പോകുന്നതായ ക്രിസ്തീയ ഭക്തിയെ നീ ഒന്ന് കാണുമാറാകണമേ. പുറമേ ഭക്തിയെ കാണിക്കുന്നുവെങ്കിലും അതിൻ്റെ ശക്തിയെ അനുഭവിക്കുവാൻ കഴിയാത്ത ക്രിസ്ത്യാനിത്വത്തെ നീ അറിയണമേ. ഞങ്ങൾ അങ്ങനെയുള്ള ഭക്തിയിലായി പോകാതെ പോരാടി ജയിക്കുവാനുള്ള ഭക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വലിയൊരു ദാഹം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ലോകം ഞങ്ങളെ വിഴുങ്ങിക്കളയുന്നതിന് മുൻപ് തന്നെ, ലോകം ഞങ്ങളെ മുക്കിക്കളയുന്നതിന് മുൻപ് ഞങ്ങളുടെ ഹൃദയത്തെ നുറുക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ചിലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യാക്കോബിന് കൊടുത്തതായ അനുഭവത്തെ, ആ പരിവർത്തനത്തെ, പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തെ, പുതിയ അനുഗ്രഹത്തെ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ